ഇപ്പോൾ കുപ്പത്തെ ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കണ്ടു. ഏതാണ്ട് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള സ്ട്രെച്ചുകളിലെ പണികൾ. അതായത് മലബാർ മേഖലയിൽ ദേശീയപാത നിർമ്മാണം പൂർണ്ണമാവാൻ പോകുന്ന ഘട്ടത്തിലാണ് പരക്കെ, ഒരിടത്തെന്ന് പറഞ്ഞുകൂടാ, പരക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നേരത്തെ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിക്കുകയുണ്ടായി എവിടെയൊക്കെ എന്ന്. ആരാണിതിന് സമാധാനം പറയേണ്ടത്? കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയാം. എത്രയോ കാലത്തിന് ശേഷം ദേശീയപാത നിർമ്മാണം നടക്കുകയും അത് പൂർണ്ണമാകുകയും ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഇതുപോലെ ജനങ്ങളെ പേടിപ്പിക്കുന്ന വിധത്തിൽ മണ്ണിടിയുന്നു, റോഡുകളിൽ ഗർത്തങ്ങൾ രൂപക്കൊള്ളുന്നു. നമുക്ക് മലപ്പുറത്തെ അതിഭീകരമായിട്ടുള്ള റോഡിന്റെ അവസ്ഥ കാണാം. അപ്പോൾ ആരോടാണ് ഇതിന് സമാധാനം ചോദിക്കേണ്ടത്? അല്ല, ഇവിടെ കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അതൊരുപക്ഷെ ഈ ചർച്ചയുടെ ഒരു ആങ്കിൾ അതെന്തുകൊണ്ട് ഈ ചോദ്യത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഉത്തരം തീർച്ചയായും ഞാൻ മറ്റൊരു അവസരത്തിൽ പറയാം. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്നൊരു ഭാഗമുണ്ട്. മറ്റൊന്ന്, കേരളത്തിലെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നതിൽ തീർച്ചയായും അതിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെയാണ്. 2013 നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഭൂമി ഏറ്റെടുക്കാൻ കാലതാമസം വന്നതിന് ശേഷം നോട്ടിഫൈ ചെയ്തുകൊണ്ട് 2015 ഓഫീസ് തന്നെ അടച്ചുപൂട്ടി കേരളത്തിൽ ഇനി ഇതാ നാഷണൽ ഹൈവേ വികസനം യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മടങ്ങിപ്പോയെടുത്ത് നിന്ന് 2016 പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നതും അദ്ദേഹം ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായും അതോടൊപ്പം തന്നെ ഉപരിഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഉൾപ്പെടെ നടത്തിയ ചർച്ചയെ തുടർന്ന്, നിരന്തരമായ ചർച്ചയെ തുടർന്നാണ് 2019 നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ച വീണ്ടും പുനരാരംഭിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത വിധത്തിൽ ഒരുപക്ഷെ മുംബൈ മുതൽ തമിഴ്നാടിലൂടെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളതല്ലോ നമ്മുടെ ചർച്ച. ശരിയാണ്, ഒന്നാം പിണറായി സർക്കാർ 2016 അധികാരത്തിൽ എത്തിയതിനു ശേഷം എടുത്തിട്ടുള്ള നടപടികൾ ഇപ്പോൾ ഈ ദേശീയപാതയുടെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വിധത്തിൽ കാരണമായിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും തർക്കമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളുണ്ട്. പാരിസ്ഥിതികമായ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം അടക്കം പരിഗണിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമല്ലേ? വയാഡക്റ്റ് വേണ്ടിടത്ത എംബാക്ക്മെന്റ് പണിതോ? ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് കേരളത്തിന് യോജിക്കുന്നതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ദേശീയപാതയിൽ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ വിഷയം. ദേശീയപാതയുടെ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ചർച്ച ചെയ്യാം. അല്ല, അതിനല്ല ഞാനിത് പറഞ്ഞത്. അത് തീർച്ചയായും ഞാൻ ഒറ്റഭാഗം കൂടി പറഞ്ഞത്, അങ്ങ് തീർച്ചയായും ആ ക്രെഡിറ്റ് പിണറായി വിജയൻ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൽ മറ്റൊരു ഭാഗമുണ്ട്, 2 ഭാഗമുണ്ട്. ഇത് വളരെ സിമ്പിളായ ഒരു ഭാഗം. ശ്രീ അഭിലാഷ് നോക്കുക, ഞാനൊരു സിമ്പിളായ ഒരു ലോജിക്ക് ഞാൻ പറയാം. അങ്ങയുടെ വിയോജിപ്പുണ്ടെങ്കിൽ അങ്ങ് അതിൽ പറഞ്ഞാൽ മതി. സിമ്പിളായ ലോജിക്ക്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പം ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ സിമ്പിൾ ലോജിക്കാണ്. ഒരാളൊരു വീടെടുക്കാൻ തീരുമാനിക്കുന്നു. ആ വീടെടുക്കാൻ തീരുമാനിച്ച് അയാൾ ആ വീടിൻ്റെ തൻ്റെ സ്ഥലം ഒരു കരാറുകാരന് വിട്ടുകൊടുത്ത് പൂർണ്ണമായും അദ്ദേഹത്തിന് കരാറിൽ ഏൽപ്പിക്കുന്നു അത് പൂർത്തീകരിച്ച് തരാൻ. ആ പ്രവൃത്തിക്കിടയിൽ, വീട് പണിയുടെ പ്രവൃത്തിക്കിടയിൽ അതിൻ്റെ തൂണ് തകർന്നു വീഴുന്നു. ഉത്തരവാദി സ്ഥലം കൊടുത്ത അല്ലെ വീടെടുക്കാൻ തീരുമാനിച്ച അതിൻ്റെ ഓണറാണോ കരാറുകാരനാണോ? സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ രീതിക്കനുസരിച്ച് ആ കരാറുകാരനാണ് ഉത്തരവാദി. കരാറുകാരനെ കൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യിപ്പിക്കും. പക്ഷെ വീട് പൂർത്തീകരിച്ചു കഴിഞ്ഞാലോ അത് കരാറുകാരൻ എൻ്റെ വീടാണെന്ന് പറയാൻ പറ്റുമോ? അത് സ്ഥലം വിട്ടുകൊടുത്ത് വീട് എടുപ്പിച്ച ആൾക്ക് തന്നെയാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. സ്വാഭാവികമായിട്ട് ആ സിമ്പിൾ ലോജിക്കാണ് ഇതിനകത്തുള്ളത്. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഉത്തരവാദി ഇതിൽ നിർമ്മാണത്തിന്റെ നിർവഹണം നിർവഹിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അവർ കരാർ കൊടുത്തിട്ട് കരാർ കമ്പനികളാണ് ഇത് നിർവഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാകുന്ന വീഴ്ച അത് പൂർണ്ണമായും അത് NHAIക്കുണ്ട്, അതോടൊപ്പം തന്നെ ആ കരാർ കമ്പനിക്കുണ്ട്. അത്തരത്തിൽ പോരായ്മയുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. എവിടെയാണോ വീഴ്ച വന്നിട്ടുള്ളത് അത് അവർ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഭാഗം. പക്ഷെ അത് മറ്റൊരു ആംഗിളിലേക്കല്ല ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടത്. ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും അത് യാഥാർത്ഥ്യമാക്കിയവർക്ക് തന്നെ, നേരത്തെ വീട് പണിയിച്ചവരാണോ സ്ഥലം കൊടുത്തവരാണോ അവർക്ക് തന്നെയാണ് പൂർത്തിയാൽ ക്രെഡിറ്റ്.